ഗൈസ്, അപ്പൊ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു സൂപ്പർ ഡ്രിങ്കുമായിട്ടാണ്. ഈ തണ്ണിമത്തൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും സംഭവം തണ്ണിമത്തൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് സംഭവം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മൊഹബത്ത് കാ സർബത്ത്. അപ്പൊ ആദ്യം അതിന് ഈ തണ്ണിമത്തൻ നമുക്ക് ഹാഫായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ തണ്ണിമത്തൻ നല്ല റെഡ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു ഇത് നല്ല തണ്ണിമത്തൻ ആയിരിക്കോ അല്ലയോ എന്ന്. പക്ഷേ വി ആർ ലക്കി. അപ്പോൾ നമ്മൾ ഈ തണ്ണിമത്തൻ ഇനി വരഞ്ഞ് കുഞ്ഞു 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 പീസായിട്ട് ഇങ്ങനെ വരഞ്ഞെടുക്കണം. ക്രിസ് ക്രോസ് ആയിട്ട് നമ്മൾ കുഞ്ഞു 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 പീസായിട്ട് ഇങ്ങനെ ഷേപ്പിലൊന്നും വേണമെന്നില്ല, എങ്ങനെയെങ്കിലും ജസ്റ്റ് കുഞ്ഞായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഈ തണ്ണിമത്തൻ്റെ ഒരു ഹാഫാണ് നമ്മൾ ശരിക്കും മൊഹബത്ത് കാ സർബത്തിൽ യൂസ് ചെയ്യുന്നത്. 2 ഹാഫ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ കട്ട് ചെയ്ത് വെച്ച തണ്ണിമത്തൻ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം നമ്മൾ ഹാഫ് തണ്ണിമത്തൻ്റെ അകം നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ആ തണ്ണിമത്തൻ മുഴുവൻ നമ്മളൊരു പ്ലേറ്റിലോട്ട് മാറ്റി. ഇനി ഇതിനകത്ത് നമ്മൾ പാലൊഴിച്ച് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പാൽ അതിനകത്തോട്ട് ആദ്യം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നമ്മുടെ തണ്ണിമത്തനും ബാക്കി ഇൻഗ്രീഡിയൻസും ആഡ് ചെയ്യും. അടുത്ത് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ട മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ റൂ അഫ്സ. ഈ റെഡ് കളർ സ്കോച്ച് നമുക്ക് എല്ലാവർക്കും ഭയങ്കര പരിചിതമായിരിക്കും. അപ്പോൾ ഇത് ശരിക്കും പാകിസ്ഥാനിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള സംഭവമാണ്. അതൊന്നും കേട്ട് നിങ്ങൾ പേടിക്കേണ്ട, നമ്മുടെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിലും വാങ്ങാൻ കിട്ടും. ഓക്കെ, നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മിക്സ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും വെള്ള മിൽക്ക് പിങ്ക് കളറായി മാറിയിട്ടുണ്ട്. അടുത്ത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി ഒരു ക്രിസ്പിനെസ്സിന് വേണ്ടി ഒരു ആപ്പിൾ കട്ട് ചെയ്തെടുക്കുകയാണ്. അത് കുഞ്ഞുകുഞ്ഞെ അരിഞ്ഞെടുക്കാം. ഇതാണ് നമ്മുടെ മൊഹബത്ത് കാ സർബത്തിൻ്റെ ക്രിസ്പി എലമെൻറ്റ്. അപ്പം നമ്മൾ നൈസായിട്ട് അരിഞ്ഞ ആപ്പിൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലോട്ട് നമുക്ക് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം. നിറയെ തണ്ണിമത്തൻ ഇടുക. തണ്ണിമത്തനാണ് ഇതിൻ്റെ മെയിൻ. അപ്പം നമ്മുടെ മൊഹബത്ത് കാ സർബത്ത് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ എത്ര മൊഹബത്ത് ഉണ്ടെന്ന് നമുക്ക് കുടിച്ച് തന്നെ നോക്കാം. ശരിക്കും ആ റൂ അഫ്സയുടെ ടേസ്റ്റ് നന്നായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ നിറയെ ഐസ് ഇടണം, എങ്കിലേ ആ നല്ല തണുപ്പ് കിട്ടത്തുള്ളൂ. അപ്പൊ ഈ മൊഹബത്ത് കാ സർബത്ത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നോമ്പ് തുറക്കാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ് ഇത്. അതിന്റെ കാരണം എന്താന്ന് പറഞ്ഞാൽ ഇത് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കേണ്ട ആവശ്യം വരുന്നില്ല. കാരണം ഇറ്റ് ക്യാൻ നെവർ ഗോ റോങ്. അപ്പോ പിന്നെ എന്താ അവസാനം നമ്മുടെ ആവശ്യാനുസരണം വേണമെങ്കിൽ കുറച്ച് മധുരമോ അല്ലെങ്കിൽ കുറച്ച് റൂഅഫ്സയോ എക്സ്ട്രാ ചേർക്കേണ്ടി വരും എന്നുള്ളത് മാത്രം. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. Till then, ta-ta!